കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം. പക്ഷേ ഈ സംഭവത്തിന് മെൻ്റലിസം, മാജിക്ക്, ഹിപ്നോട്ടിസത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറോ അത് പൊട്ടട്ടെ തെറ്റട്ടെ എന്നൊരു ചിന്താഗതിയിലായിരിക്കുക. അങ്ങനെയല്ലേ? അതിൻ്റെ കള്ളിയൊന്നും മനസ്സിലാക്കണം. അത് തെറ്റട്ടെ അല്ലെങ്കിൽ അത് ശരിയാവാതെ ഇരിക്കട്ടെ എന്നൊരു ചിന്താഗതിയാണ്. അപ്പോൾ ഇത് നല്ല എക്സ്പെൻസ് ഉള്ള സംഭവമാണ്. ഇത് പഠിച്ചെടുക്കണമെങ്കിൽ 10,000 ചിലവാണ്. പക്ഷേ നമ്മളിവിടെ ഇത് ചെയ്യുമ്പോൾ ഇത് നമ്മളെ നാട്ടുകാരാണ്, ഒക്കെ തമ്മിൽ അറിയുന്ന ആളുകളാണ്. പക്ഷെ ഇത് പ്രൊഫഷണലായ, ഇത് ജോലിയായി, ഇത് ഇത്ര സീരിയസ് ആയി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഇതൊക്കെ ഒരു ടെക്നിക്കുകളാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായെങ്കിൽ അത് വിളിച്ച് പറയരുത്. കാരണം ഇത് പ്രൊഫഷണലായി, ഇത് ജീവിതമാർഗമായി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ടൈം പാസിൽ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ പറ്റുക നമുക്ക് നോക്കി നോക്കാം. നിങ്ങളുടെ കൈ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാൻ, ഒരു വിരൽ എല്ലാവരും കുട്ടികളൊക്കെ ഒന്ന് എല്ലാവരും നോക്കുക. ഈ ഒരു വിരൽ നടുവെ ഒന്നിച്ച് ഒരേ സമയത്ത്, അപ്പോൾ ഒരു വിരലും വലുതായിട്ടുണ്ടാവും. എൻ്റെ സംസാരം ക്ലിയർ ആണോ? കേൾക്കണ്ടല്ലോ അല്ലേ? ഈ ഒരു വിരൽ ചെറുതല്ലേ? ആണോ? ഒരു വിരൽ ചെറുതല്ലേ? ആണോ? ആ ചെറിയ വിരൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? നമ്മളൊരു വിരൽ, നടുവിരൽ ചെറുതല്ലേ? ഒരേ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു വിരൽ ചെറുതാണ്. ആ ചെറിയ വിരൽ, ഒരു വിരൽ ചെറുതുള്ളൊന്ന് കൈ പൊന്തിച്ചാണ്. ആ കൈ ഒന്ന് പൊന്തിച്ചാണ്. ഓക്കെ, ചെറിയ വിരലേ. നിങ്ങൾ ആ കൈ നേരെ മുന്നിലേക്ക് പിടിക്കുക. എന്നിട്ട് കണ്ണടച്ചിട്ട് എൻ്റെ വിരൽ വലുതായിട്ടെന്ന് മനസ്സിൽ ഒന്ന് ചിന്തിക്കുക. കണ്ണടക്കുക. ഗ്രോത്ത് 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 ഗ്രോത്ത്. ഇനി ആ കൈ ഒന്ന് കൊടയാ, എല്ലാവരും ഒന്ന് 3-4 വട്ടം കൊടയാ. നന്നായി ഒന്ന് കുടഞ്ഞിട്ടൊന്ന് കൈ വെച്ച് നോക്കാം. നിങ്ങൾ ഇപ്പം നിങ്ങൾ വലുതായിട്ടുണ്ടോ? വലുതായോ? നല്ലൊരു കൈയടേരി. വലുതായിട്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്കൊന്ന് വേറെ നോക്കുക. ഹലോ, ഒന്ന് ആ മക്കളൊന്ന് ഇരിക്കട്ടെ. കസാലയൊക്കെ ഒന്ന് വരും, അടുത്തേക്ക് വരും. ഒന്ന് ക്ലിയർ ആയിരിക്കും. ഇത് കസാലയൊക്കെ ഒന്ന് ഫുള്ള മക്കളെ ഒക്കെ ഒന്ന് കസാലയിലിരിക്കും. ഇനി നമ്മുടെ രണ്ട് കൈകൾ മക്കളുള്ളവർ ചെയ്യണ്ട കേട്ടോ. രണ്ട് കൈ നന്നായി കൊടയാട്ടോ. നന്നായി ഒന്ന് കൊടയാ, നന്നായിട്ട് ഷെയറായിട്ട് കുറഞ്ഞോ? കുറഞ്ഞോ? ഓക്കെ. ഇനി ആ കൈ എങ്ങനെ അടുപ്പിച്ച് പിടിച്ചാണ്? ഇനി ഒന്ന് ഇങ്ങനെ ആക്കി നോക്കാണ്. റൗണ്ട് ഒന്നിങ്ങനെ ഒരു ബോളില്ല ഉണ്ടാകുക നമ്മൾ കൈൻ്റെ ഉള്ളിൽ. അത് കൈകൾ കൊടയാത്ത അല്ലേ? ഒരു ബോളില്ലേ? ഇനി ആ കൈ എങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ അങ്ങനെ ഒട്ടിച്ചെങ്ങനെ നോക്കാണ്. ഒരു കാന്തശക്തി ഇല്ലേ? ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ ഒരാളെ ഇത് കിട്ടുന്ന ഒരാളുണ്ട്. വരും കേട്ടോ. വരും വേം വരും. വേം വരും. അത് മാറിയിട്ടില്ലേ? എൻ്റെ പേരെന്തേന്നു? റാഫി. ഒരു മൈക്ക് ഇതൊന്നുമില്ല. പേര് പിടിച്ചോട്ടോ. പേരെന്തേന്നു? റാഫി. നാഫി. നല്ലൊരു കൈയാടി പിടിക്കട്ടോ. നല്ല കുട്ടികൾ എങ്ങനെ ആവണം? വിളിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടി നേരത്തെ പറഞ്ഞില്ലേ, ആക്റ്റീവ് ആകണ മക്കളാവണം. അപ്പോൾ ആ കുട്ടി വന്നു. മോനെ, നമുക്ക് ഒരുപാട് കളറുണ്ട് അല്ലേ? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, പല കളർ. ഞങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടം? റെഡ് അല്ലേ? ഉറക്കനെ പറയാം. റെഡാണല്ലേ? റെഡാണ്. ഇവിടെ വന്ന് ഈ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞല്ലേ? ഉറപ്പല്ലേ? എൻ്റെ കയ്യിലുള്ള പേപ്പറും തുറന്നു നോക്കാം. തുറന്നു നോക്കാം. തുറക്ക. മൈക്ക് ഓണാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാം. നല്ലൊരു കൈയോടെ കേട്ടോ. ഞാൻ അവനെ വിളിച്ചിട്ടില്ല. അവന് വന്നതാണ്, അവൻ്റെ ഇഷ്ടത്തിന് വന്നതാണ്. ഓക്കെ. ഇനി പോയിക്കോട്ടോ. ഇനി അടുത്തൊരാൾ വരും. നല്ലൊരു കൈയോടെ എടുക്കുക. ആരെ വരാം? കുറച്ച് വലിയ ഒരാൾ. വാ. നിങ്ങൾ പ്രോഗ്രാമുകൾ ഇതെന്താ വെച്ചാൽ ആരെ വരുന്നുണ്ട്? വാ. എനിക്ക് ഏതല്ലേ സ്കൂളിൽ?
അഞ്ചലാണ്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? വായിക്കാൻ അറിയാം അല്ലേ? അറിയാലോ അല്ലേ? എന്നാ പിടിക്കാം, ഒരു മിനിറ്റ് കേട്ടോ. ആ ഇതവിടെ കയ്യിൽ വെച്ചോ, ഒരു പേടിക്കാണ് കേട്ടോ, പേടിക്കണ്ട കേട്ടോ. എൻ്റെ പേരെന്തേന്നു? ഓർക്കാൻ പറയാം. അനു ഫാത്തിമ അല്ലേ? നല്ലൊരു പേര്. നല്ല കൈയ്യോടെ എടുക്കട്ടോ, നല്ല കുട്ടിയാണ്. നമ്മൾ ഈ 100ൻ്റെയും ഈ മൈക്ക് ഓണല്ലേ? ഒന്ന് സംസാരിച്ച എവിടെ ഓപ്പറേറ്റർ എവിടെ? ഇതോ ഹലോ ആ സംസാരിച്ച പേരൊന്ന് പറഞ്ഞ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഉപ്പാൻ്റെ പേരെന്താ? മുഹമ്മദ്. നല്ല കൈയോടെ എടുക്കട്ടെ. അങ്ങനത്തെ കുട്ടികളാണ്. ഓലാണ് ഭാവിയിൽ എല്ലാ കാര്യത്തിനും ഉണ്ടാവുള്ളൂ. മോളെ 100ൻ്റെയും 99ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള സംഖ്യ പറഞ്ഞോ. എനിക്ക് ഇഷ്ടമുള്ള സംഖ്യ പറയാം. 10 അല്ലേ? 10 അല്ലേ? ഇതൊരു നോട്ട് പാഡാണ് കണ്ടോ? നോട്ട് ഇത് നോക്കിയേ കേട്ടോ. ഇതിൽ ഷോപ്പിംഗ് ലിസ്റ്റ് കണ്ടില്ലേ ഫസ്റ്റ്? ഇനി ഷോപ്പിംഗ് ലിസ്റ്റ് ഇങ്ങനെ വായിച്ചാക്കോ. ഓരോ സാധനങ്ങൾ, ഒരുപാട് സാധനമല്ലേ? ആപ്പിൾ. ഓക്കെ, ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ വേറെ സാധനങ്ങളെല്ലാം നോക്കാം. 100 വരെ അടിയിൽ വരെ വേറെ സാധനങ്ങളല്ലേ? റീ എൻട്രി ആയി വന്നിട്ടുണ്ടോ? രണ്ടാമത് വന്നിട്ടുണ്ടോ ഒരു സാധനം? ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. മോള് പറഞ്ഞ നമ്പർ എത്രയാണ്? ഓർക്കനെ പറയാം. ഈ സ്വന്തമായിട്ട് പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞല്ലോ. ആ 10ാമത്തെ നമ്പറിൽ ഏതാ സാധനം എഴുതിക്കണേ? ഓർക്കനെ പറയാം. മിൽക്കാണല്ലേ? ഞാൻ എനിക്ക് വന്നപ്പോൾ എനിക്ക് പേടിക്ക് ഒരു ഐക്കൽ കൈ തന്നിരുന്നു. അത് തുറന്നു നോക്കാം, എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ തുറന്നു നോക്കാം. ഉറക്കനെ നോക്ക്. നല്ലൊരു കൈയോട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരാൾ വരും. അടുത്തൊരാൾ വേഗം വരും. മൂന്നാള് വരും. വേഗം വരും. അമ്പ പരിപാടി. വാ മൂന്നാൾ വേഗം വരും. ആയി വാ. അടിപൊളി. ആ വെള്ളക്കുപ്പി അവിടെ വെച്ചോ. കേട്ടോ. എന്നാ ഇതെത്രയാണ്? 5 കൊണ്ടുപോകാനല്ല കേട്ടോ. നിങ്ങൾ പേരൊന്ന് പറഞ്ഞാണ്. നല്ല പേര്, നല്ല അടിപൊളി പേരാണ്. ഷാദിൽ ഷെരീഫ്. ഷെരീഫിൻ്റെ കുട്ടിയാ? വാ. മുഹമ്മദ് ഫെബിൻ. മുഹമ്മദ് മുനീബ്. നിങ്ങൾ കയ്യിലൊക്കെ ഓക്കെ. ഓക്കെ, കയ്യിൽ നിങ്ങളെ കൈ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കൈ ഒരു മിനിറ്റ്. കൈ ഇങ്ങനെ പിടിക്കാം. ഒപ്പം ഇങ്ങനെ പിടിച്ചാൽ ചുറ്റി പിടിക്കാം കേട്ടോ. എല്ലാം മുറുക്കി പിടിച്ചില്ല. ഇനി ആ പൈസ ഇങ്ങനെ മാറ്റി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മാറ്റണം കേട്ടോ. 2 കൈക്കും ഇങ്ങനെ മാറ്റി ഇങ്ങനെ 2 കൈക്കും മാറ്റണം. 2 കയ്യിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഏത് കയ്യിലാണ് പൈസ വെച്ചാൽ ആ കൈ പൊന്തിച്ചു കൊടുക്കുക. 10 പ്രാവശ്യം ഞാൻ 10 വരെ എണ്ണോളെ കൈ പൊന്തിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, പോക്കറ്റ് കിട്ടരുത് പൈസ കേട്ടോ. കയ്യിലാണ് പിടിക്കണം കേട്ടോ. ഉറപ്പല്ലേ? ഞാൻ അങ്ങനെ നോക്കണില്ല കേട്ടോ. കൈ മാറ്റിയോ? പൈസ അങ്ങനെ മാറ്റില്ലേ? മാറ്റിക്കൊണ്ടിരിക്കല്ലേ? മാറ്റിയോ? ഒരു കയ്യിൽ മുറുക്കി പിടിച്ചോ. ആ കൈ മാത്രം പൊന്തിക്ക്. കൈ മാത്രം പൊന്തിച്ചോ. 1 2 3 4 5 6 7 8 9 10. ഞാൻ 2 കൈ ഇങ്ങനെ ഒപ്പം പിടിക്കും. ഇങ്ങനെ പിടിച്ചോളി. എൻ്റെ കയ്യിലാണ് പൈസ. എൻ്റെ ഈ കയ്യിലാണ് പൈസ. കറക്റ്റാണോ? അല്ലേ? എന്തട്ടി ആടോ? തെറ്റപ്പ് നിങ്ങൾ കുക്കിയില്ലേ? ഇല്ലേ? തെറ്റപ്പ് കുക്കിയില്ലേ? നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. ഇജോട്ട് മാത്രം ചെയ്യണം കേട്ടോ. കൈ പൊക്കി പിടിക്കണം. കൈ പൊക്കി പിടിച്ചോ. ഇത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂക്കി എനിക്കറിയാം. ഇത് 100% ഒന്നും ശരിയാവില്ല. നമ്മൾ പ്രാക്ടീസാണ്. പ്രാക്ടീസ്. അപ്പോൾ ഒന്നുകൂടി ശ്രമിച്ച് നോക്കട്ടെ. ഈ മാത്രം പൊക്കണം കേട്ടോ. കൈ പൈസ ഇങ്ങനെ ആക്കണം കേട്ടോ. ഒരാൾ മാത്രം കേട്ടോ. എന്നിട്ട് കൈ പൊക്കി പിടിക്കണം കേട്ടോ. റെഡി? കൈ പൊക്കി പിടി. സ്റ്റാർട്ട്. 1 2 3 4 5
6 7 8 9 10. ഞാൻ കണ്ടു. കൈ താത്തിയത് ഞാൻ കണ്ടു. ഇതിൽ തന്നെയല്ലേ കൈ താത്തിയ? ഒരു വലിയ ആൾ വന്നാ, മോന് വന്നാ. വേ വാ വാ മോന് വാ 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 വാടാ 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 ഷാവട്ടി വേം വരും. നിങ്ങൾ രണ്ടാൾ നിങ്ങൾ പോയിക്കോ. വാ വാ നിങ്ങൾ രണ്ടാൾ വരും. അയ്യോ അവിടെ വരുവാ. നിങ്ങൾ ആരെങ്കിലും വരാഞ്ഞ പരിപാടി നടത്തൂല. സിറാജ് വരെ, സിറാജ് ഒന്ന് വന്നാണ്. ഒരു മിനിറ്റ് ഇവിടെ ഇവിടെ ഒരു മിനിറ്റ്. ആ ചെറിയ മക്കളാകുമ്പോൾ ക്ലിയർ ചെയ്യണം. നിങ്ങളിത് പിടിക്കുക. ഒരു വാച്ച് കളഞ്ഞിട്ടിട്ടുണ്ട്. തെളിവ് സായുധം വരുന്നവർക്ക് തരും കേട്ടോ. തെളിവ് നിങ്ങളെ കൈ അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ മാറി മാറി പിടിക്കുക. മാറി മാറി പിടിക്കുക. ഏത് കയ്യിലാണ് ആ സാധനം വരെ വെച്ചാൽ ആ കയ്യ് പൊന്തിച്ച് പിടിക്കുക. ആ സാധനം വെച്ചാൽ കയ്യ് പൊന്തിച്ച് പിടിക്കുക. 10 പ്രാവശ്യം എണ്ണോളം. എന്നിട്ട് ഇങ്ങനെ തന്നെ വെക്കുക. ഞാൻ പറയും അങ്ങനെ വരും. അതാണ് ശരി. ഇതാണ് ഇതെന്നാൽ ഇതൊക്കെ ലക്ഷങ്ങൾ നിങ്ങൾ മെൻ്റൽ ഷോ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലക്ഷങ്ങൾ എക്സ്പെൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ പൈസ നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി പിടിക്കണം. മാറ്റി മാറ്റി 2 കയ്യിലും. എന്നിട്ട് ഏത് കയ്യിലെ പിടിച്ചിട്ട് ആ കൈ ഒന്ന് പൊന്തിച്ച് പിടിക്കാം. ഞാൻ പറയും. എന്നിട്ട് അല്ല, ഞാൻ നിങ്ങളെ നോക്കണില്ലല്ലോ. നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക. ഞാൻ വന്ന് പറയാതെ കയ്യിലാണെന്നുള്ളത് കീസി കിട്ടരുത് കേട്ടോ. റെഡി? കൈ മാറ്റി പിടിക്കുക. പൈസ മാറ്റി പിടിക്കുക കേട്ടോ. റെഡി? സ്റ്റാർട്ട്. 1 2 കൈ പൊന്തിക്ക്. അള്ള കൈ പൊന്തിക്ക്. 1 2 3 4 5 6 7 8 9 10. ഞാൻ പറഞ്ഞ മാർക്ക് കൈ ചുറ്റി വെക്കി. താത്തില്ലേ? ഇങ്ങനെ 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 പിടിക്കും. അങ്ങനെ മുസ്തഫാൻ്റെ കയ്യിലാണ് പൈസ. ഷിയാബിൻ്റെ കയ്യിലാണ്. സിറാജിൻ്റെ കൈ താത്തി. നിങ്ങളെ കയ്യിലാണ് പൈസ. ക്ലിയറാണോ? നിങ്ങളുടെ കയ്യിലാ അല്ലേ? അല്ല നിങ്ങളുടെ അതോ? അതെ. ഓക്കെ. ഇനി പോലെ തെറ്റ് അല്ല. അതിങ്ങനെ നിങ്ങൾ ചെയ്യുന്നോട് തെറ്റാണ്. ഒരു പറ്റ പോലെ അതിലും ഏറ്റങ്ങൾ ഇതില് 500 പൈസ അല്ലല്ല. ഇതില് ഒരു നമ്പർ ഉണ്ടാവും. ഇത് പിടിച്ചോളി. നിങ്ങൾക്ക് ഈ കാർഡിൽ ഒരാളുണ്ട് കേട്ടോ. ഇതിലൊരുപാട് നമ്പറുകളുണ്ട്. എത്ര നമ്പറുണ്ട്? നിങ്ങൾക്ക് ഈ കാർഡിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ മനസ്സിൽ കരുത്. എന്നോട് പറയണ്ട. ഇതിലുണ്ടോ? ഇതിലുണ്ടെങ്കിൽ പറയണം. പറയണ്ട. ഇതിലുണ്ടെങ്കിൽ പറയണം. ഇതിലുള്ളതാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഏതിലെ വേണ്ട വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതൊക്കെ ഒരേ മാറി. ഏതെങ്കിലും ഒരു നമ്പർ, ഏതെങ്കിലും ഒരു കാർഡിൽ നമ്പർ മനസ്സിൽ കരുത്. ഇതിലുള്ള നമ്പർ യെസ്. ഈ കാർഡിലുള്ള കരുതിയോ? ഒരാൾ കരുതിയില്ല. ഇതിലുണ്ടോ? ഉറപ്പാണ്? ഉണ്ട്. ആ നമ്പർ ഇതിലുണ്ടോ നോക്കണം കേട്ടോ. ഇല്ല. ഇതിലുണ്ടോ? ഇത് കാർഡ് തിരിച്ചിട്ടാ പിടിച്ചിക്കണേ. ഇതിലുണ്ട് അല്ലേ? ഇതിലുണ്ടോ? ഇതിലുണ്ടോ? ഇതിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വെക്കട്ടോ. ഞാനൊരു 2 അക്കം ഇവിടെ എഴുതി വെക്കും. ഇതിൽ 32 1 16 ഇതിലേതെങ്കിലും വെക്കണോ? ഇതിലില്ല. ഉറപ്പാ?
അപ്പം നിങ്ങൾ നമ്മളെ പറ്റിച്ചിക്കണോ? നമുക്ക് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് നോക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇല്ല കണക്ക് വെച്ചിട്ടൊന്നുമില്ല. കണക്ക് പേക്കാതിരിക്കൂല, പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ 49 വിചാരിച്ച്? അപ്പം നിങ്ങൾ പറഞ്ഞ് തെറ്റി. എന്നാ ഒന്നും കൂടി നോക്കാം. അപ്പം നിങ്ങൾ കാർഡ് പറഞ്ഞ് തെറ്റിക്കണു. നിങ്ങൾ എത്ര വിചാരിച്ചിരുന്നു? 57 ആണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. ഇല്ല, അപ്പോൾ തെറ്റാണ്. അല്ല, നിങ്ങളിതിൽ പറഞ്ഞ കാർഡ് തെറ്റാ. ഇതിൽ ഒരു നമ്പറും കൂടി വിചാരിക്കാം. അല്ല, ഇതിൽ നിങ്ങൾ എതിരെ പറഞ്ഞത്? ഒന്നും കൂടി നോക്കാം, ചെക്ക് ചെയ്യാം. മുസ്താവ് നോക്കേ, കണ്ണും പോന്നും വേണ്ട. ഇതിലുണ്ട് ഉറപ്പല്ലേ? ഇതിലുണ്ടോ നോക്കണം കേട്ടോ, കറക്റ്റാണോ? അല്ല ഒരാൾ ഇല്ല. അത് മൂപ്പര് തെറ്റിയതാണ് നേരത്തെ. ഇതിലുണ്ടോ? ഉണ്ടോ? ഇതിലുണ്ട്. ഇതിലുണ്ടോ? 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 ഇല്ല. ഇതിലുണ്ടോ? ഇത് പുടുത്തം വിട്ടിക്കണ അല്ലേ? ഒരു മിനിറ്റ്. അല്ല ഒന്നും കൂടി ഇതാകട്ടോ, ഒരൊറ്റ കൂടി. ആ നമ്പർ തന്നെ പറയട്ടോ. ഇതിലുണ്ടോ നമ്പർ? ഇതിലുണ്ട്. ഇതിലുണ്ടോ? ഇല്ല. ഇതിലുണ്ടോ? ഇല്ല. ഞാൻ നോക്കണില്ല കേട്ടോ കാർഡ്. ഞാൻ നോക്കണില്ല. നിങ്ങൾ ട്രിക്ക് പറയാൻ വേണ്ട. ഞാൻ ട്രിക്ക് എന്താന്ന് എനിക്കറിയാം. ഇതിലുണ്ടോ? 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 ഉണ്ടോ? നിങ്ങൾ നിങ്ങളങ്ങനെ നിങ്ങൾ എത്ര എഴുതി കൺസേൺ? അതല്ല നിങ്ങൾ ഇതാക്കണം, ക്ലിയർ ചെയ്യണം. 27 27 അല്ലേ? ഓക്കെ. അതെ, തെറ്റുമ്പോൾ എന്ത് തെറ്റുമ്പോഴുള്ള ചെറിയ ഉണ്ടല്ലോ. അത് കിട്ടും. ഒരു മിനിറ്റ് നിങ്ങൾ രണ്ടാളിരിക്കും. ഒരൊറ്റ പരിപാടി. ഒരു 2 കുട്ടികൾ വരും. ഒറ്റ പരിപാടി കൂടി കഴിഞ്ഞോ? ഒരു പാട്ടും കൂടി പാടിയിട്ട് ഇത് പരിപാടി വെച്ചല്ലേ? നിങ്ങൾ 2 വന്നിരുന്നു. അത് കഴിഞ്ഞു. ഈ ഒറ്റ പരിപാടി കൂടി കഴിഞ്ഞു. ഒരാളും കൂടി വാ. ഒരാൾ കൂടെ വരെ. അവിടെ ഇരിക്കും. 2 കസാല. ഏതായാലും ഇവര് ഇരിക്കും. കുറച്ച് ഇങ്ങോട്ട് മോനും ഇങ്ങോട്ട് പോരും. ഇങ്ങോട്ട് ഈ ഒരൊറ്റ പരിപാടി കൂടി ഇവർക്ക് നമ്മൾ സ്റ്റേജ് മാറി കൊടുക്കും കേട്ടോ. ഇവിടെ പേരൊന്ന് ഉറക്കനെ പറഞ്ഞ. അക്മർ പറഞ്ഞ പേര് അറിയില്ല. പേര് അപ്പുസ് അല്ലേ? ഏതായാലും നമ്മളെ നല്ല ഗായകരാണ്. നമ്മൾ വളർന്നു വരുന്ന കുട്ടികളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുന്നവരാണ് ഇവർ.
അവർക്ക് തിരക്കുണ്ട്. ഏതായാലും ഞാൻ ഇയാളൊന്ന് മെൻ്റലിസം ചെയ്യാൻ പോവാണ്. നിങ്ങൾ കൈ ഒന്ന് ഇങ്ങനെ പിടിക്കും, ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ. കൈ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഇങ്ങനെ നീർത്തി പിടിക്കും, നീർത്തി പിടിക്കും. ഈ കൈക്ക് തന്നെ ഇങ്ങനെ നോക്കുക. ഒച്ച സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ പ്ലീസ്. എല്ലാം നേരത്തെ കൈ വലുതായ മാർക്ക് നമ്മുടെ മനസ്സാണ്. അപ്പോൾ നിങ്ങളൊന്ന് സൈലൻ്റ് ആവും. അതോടുകൂടി പരിപാടി നിർത്തും. നേരെ ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുക, കൈ ഇങ്ങനെ നോക്കുക. ഈ കൈ നിങ്ങൾ നെറ്റത്ത് തട്ടിനോടുകൂടി സ്ലീപ്പ് നറോടുകൂടി നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകും കേട്ടോ. നന്നായി ഉറങ്ങും. ഇതിലേക്ക് തന്നെ പോവുക, നന്നായി ഉറങ്ങും കേട്ടോ. സ്ലീപ്പ്. നന്നായി ഡീപ്പ് ഡീപ്പ് സ്ലീപ്പ്, ഡീപ്പ് ഡീപ്പ് ഡീപ്പ്. ഞാൻ എപ്പോഴൊക്കെ സ്ലീപ്പ് പറയണം അപ്പോഴൊക്കെ ഉറക്കത്തിലേക്ക് നന്നായി സ്ലീപ്പ് സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് ഡീപ്പ് ഡീപ്പ് ഡീപ്പ്. ഞാൻ ഒന്നിങ്ങനെ 10 വരെ താഴോട്ടെണ്ണുമ്പോൾ നല്ല ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് പോകും. 1 2 3 4 5 6 7 8 9 10. ഇനി കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളെ പേര് നിങ്ങളെ പേര് ജാക്കി ജാനാണ് കേട്ടോ. നിങ്ങളെ പേര് ജാക്കി ജാനാണ്. ഓക്കെ ഓക്കെ. സ്ലീപ്പ് ഓപ്പൺ. നിങ്ങളെ പേരെന്ത് ചെയ്യുന്നു? പേര് ഓർക്കനോ? ഓർക്കനോ ജാക്കി ചാൻ. ഇയാളെ ഓക്കെ. ഇയാൾക്ക് എഴുതാനുള്ള വായിക്കാനുള്ള കഴിവിനെ ഞാൻ എടുത്തു കളിയാണ്. ഇയാൾക്ക് വായിക്കാനുള്ള കഴിവിനെ എടുത്തു കളിയാണ് ഞാൻ. ഇതിലേക്ക് നോക്കിയിട്ട് ഇത് വായിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. ഇത് അക്ഷരങ്ങൾ കഴിയുണ്ടോ എന്ന് ഇതെന്താണ് വായിക്കാന്ന് വായിച്ചാ? അപ്പോൾ അപ്പോളസ് ഓക്കെ. അടുത്തത് വായിക്കാൻ കിട്ടുന്നുണ്ടോ? എന്താണ് അക്ഷരങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് അവിടെ പോയിരുന്നു, അവിടെ പോയിരുന്നു. ഇയാൾക്കൊരു ഫോൺ കൊടുക്കല്ലേ. ഇതെന്താ വായിക്കണേ? എന്താണ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? കോൺസിക്വൻസ്. ഇതെന്താ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? എന്താണ് ഉറക്കനെ പറയാം? ഇതൊന്ന് ഒന്ന് ഓണായിക്കത്. അവിടെ പോയിരുന്നു. ഇതെന്താണ്? എഡാ ടാക്ടർ. നിങ്ങൾ വായിച്ചാണിത്? ഏതാണ്? എഡ്യൂക്കേഷൻ. ഇതെന്താണ്? മാറ്റൻ ബങ്ക്. ഇതെന്താണ്? എന്താണ്? മെയിൻ്റനൻസ്. കണ്ടില്ലേ? ഇനി ഇയാളുടെ ഇനി വായിച്ചാ അപ്പോളോസ്. അതോ കോൺസിൻസ്. ഇതോ എഡ്യൂക്കേഷൻ. ഇതോ ഓക്കെ. താങ്ക് യു. നല്ലൊരു കൈ കൊടുക്കേ. ഇതൊന്നും പോരാ, നല്ലൊരു കൈ കൊടുക്കേ.